ഏഞ്ചൽ നമ്മൾ ഒട്ടി കൊടുത്തതാ. എവിടേക്കെങ്കിലും വിളിച്ചോ. Hey computer, ask this guy who killed your brother. എന്റെ സഹോദരൻ നേരെ വെടിവെച്ചത് ആരാണ്? പറയ്. നിന്നോടാ ചോദിച്ചു. പറയാൻ പറയടാ പറയാൻ. കമ്പ്യൂട്ടർ ഞാൻ Born 10 already. Hey, just leave him. Don't hurt him. Hey, no, don't. We are on our way. Alright, move Zeta to the transport facility. Copy that? Over. Hey! റോമൻ ചക്രവർത്തിയായ ആർലിയാസ് ഡാർക്ക രണ്ടാമൻ ഭാരത ഉപഭൂഖണ്ഡം പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച് 25,000 സൈനികരോടൊപ്പം മഹാസമുദ്രത്തിൽ നങ്കൂരമിട്ടു. തന്റെ സൈനികർക്ക് വിശ്രമിക്കുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും പരിശീലിക്കുന്നതിനും മതിയായ ഒരിടം ആവശ്യമായി വന്നു. അപ്പോഴാണ് 5 ദ്വീപുകൾ കണ്ണിൽപ്പെട്ടത്. ഭാരതഭൂമിയോട് ചേർന്നും ചേരാതെയും കിടന്നിരുന്ന മണ്ടയാറ്, വെങ്കാട്, മുക്കാട്, ആരതി, പെരുമാച്ചി എന്നിവയായിരുന്നു ആ 5 ദ്വീപുകൾ. മണ്ടയാറ് മേൽക്കടലിലെ തിരമാലകളെയും ആഴക്കടലിലെ അപകടങ്ങളെയും അതിജീവിക്കുന്ന മണ്ടാങ്കർ വാഴുന്ന ദ്വീപ്. വലനെയ്യലും കപ്പൽ നിർമ്മിതിയുമാണ് ഇവരുടെ തൊഴിൽ. വെങ്കാട് പർവ്വതങ്ങളും മഞ്ഞുമൂടിയ മലകളും നിറഞ്ഞതാണ് വെങ്കാട്. ഉയരുകൊടുത്ത് പൊരുതുന്നതിനും ഔഷധങ്ങൾ കൊണ്ട് ജീവൻ രക്ഷിക്കുന്നതിനും വെങ്കാട്ടരല്ലാതെ മറ്റാരുമില്ല. മുക്കാട് ദ്വീപ് 3 കാടുകൾ ചേർന്ന ദ്വീപ്. പരമ്പരാഗതമായി മുക്കാടരുടെ തൊഴിൽ ആനവേട്ടയും കവിത പാടലും. അരത്തി ദ്വീപ് ഇരുമ്പ് മലകളും ചെമ്മണ്ണുമാണ് അരത്തിക്ക് നിറം കൂട്ടുന്നത്. ഇവിടെ വസിക്കുന്ന അരത്തർ സെമ്മാലി എന്ന വിശുദ്ധ വൃക്ഷത്തെ രക്തത്താൽ കുളിപ്പിച്ച് സ്വയം രക്തത്തിൽ കുളിച്ച് പൂജ ചെയ്യുന്നു. കൊലയാണ് കുലത്തൊഴിൽ.
കരുണ എന്ന വാക്കിന്റെ അർത്ഥമറിയാത്തവരാണ് അരത്തർ. പെരുമാച്ചി, മലനിരയുടെ പച്ചപ്പ് ഹൃദയത്തിലേക്ക് പടർത്തുന്ന ദ്വീപ്, വീരം വിളയുന്ന മണ്ണ്. പെരുമാച്ചിയിലെ ജനങ്ങളെ പെരുമനത്താർ എന്ന് വിളിക്കും. യുദ്ധം തന്നെയാണ് തൊഴിൽ. മുക്തികൻ എന്ന അഗ്നിയെ അവരാരാധിക്കുന്നു. 5 ദ്വീപും അറിയുന്ന നാടോടി മിയാസനോട് ചക്രവർത്തി ഒണറാഡോ 5-ൽ ഒരു ദ്വീപിനെ തെരഞ്ഞെടുത്ത് ആ ദ്വീപിലുള്ള ജനങ്ങളെ മുഴുവൻ തന്റെ അധീനതയിലാക്കാൻ നാടോടി മിയാസനുമായി ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഒണറാഡോ. ഇത് മുക്കാട്, ഇത് വെങ്ങാട്, ഇത് മണ്ടയാറ്, ഇത് എവിടെയുണ്ട്? ഇത് ഭാരതി, ഇത് പെരുമാച്ചി. 5 ദ്വീപില് ഏത് ദ്വീപ് വേണമെന്ന് ആലോചിച്ച് പറഞ്ഞാട്ടെ. പെരുമാച്ചി, ദൊരക്ക് പെരുമാച്ചി വേണം. പെരുമാച്ചി കൊടുവാ. ഇവൻ മണ്ടയാത്ത് കൊടുവൻ, പെരുമാച്ചിയുടെ വിശ്വസ്തനാണ് ഇവൻ. ഇവനെ വെച്ച് പെരുമാച്ചിയെ നമുക്ക് പിടിച്ചെടുക്കാം. പെരുമാച്ചിയെ നോക്ക്. നേരെ നോക്കടാ, നല്ല ഭംഗിയുണ്ടല്ലേ അച്ഛാ. പെരുമാച്ചിയിലേക്ക് നമസ്കാരം. അങ്ങനെ മണ്ണാങ്കയുടെ മകനാ പെരുമാച്ചിനാഥ. നമസ്കാരം. ഇത് ഞങ്ങളുടെ മണ്ടയാട്ടിലെ മീന. ഇത് അവിടത്തേക്ക് എന്താ മോളെ? ഇത് മണ്ടയാറിൽ നിന്ന് കൊണ്ടുവന്ന മാലകളാ. കൊടുവാ, ഇതാണ് ഒണറാഡോ. 25,000 റൊമാനിയൻ പടകളുമായി ഭാരതത്തെ പിടിച്ചെടുക്കാൻ നടുകടലിൽ നങ്കൂരമിട്ടിരിക്കുക. ഇവർക്ക് ആസൂത്രണം ചെയ്യുന്നതിനും പരിശീലനം നടത്തുന്നതിനും പെരുമാച്ചി ആവശ്യമുണ്ട്. നിന്റെ അഭിപ്രായം എന്താ? മറ്റു ദ്വീപുകൾ കീഴടങ്ങും, പെരുമാച്ചിക്കാർ മാത്രം കീഴടങ്ങില്ല. പെരുമനാഥർക്ക് ഭയം എന്തെന്നേ അറിയില്ല. അതിനല്ലേ നിന്നെ വരുത്തിയത്? പെരുമാച്ചിയെ ഒതുക്കാൻ ഒരു വഴി നീ തന്നെ പറ. പെരുമാച്ചിക്കാരുടെ യുദ്ധത്തിന് പോയാൽ ഒമാനിയൻ പട മുഴുവനും നശിക്കും. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ ആദ്യം അവിടെ പോയി പെരുമാച്ചികൾ 1000 പേരെ എന്റെ തന്ത്രത്താൽ കൊന്ന് നിങ്ങളെ അറിയിക്കാൻ വിജയശംഖ് മുഴക്കും. വിദേശികൾക്ക് കപ്പൽ നിർമ്മിക്കാൻ എന്തിനാണ് പെരുമാച്ചി ദ്വീപവാസികളുടെ സഹായം? മണ്ടയാത്തിലെ നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ ഇതിൽ വിദഗ്ധർ? അങ്ങുന്നേ 500 കപ്പലുകൾ നിർമ്മിക്കാൻ മണ്ടയാട്ടിലെ ആളുകൾ വേണ്ടേ? പെരുമനാഥരുടെ ശക്തി മണ്ടയാത്രക്ക് വരൂ. യാദൃശ്ചികം സാഹചര്യം, സ്വാഭാവികം. മിയാസനെ അറിയുമല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഒരു നാട്. മിയാസന് ഈ ലോകം മുഴുവൻ സ്വന്തം നാട് പോലെയാണ്. ഞാൻ പോകാത്ത ലോകമില്ല, ഞാൻ കഴിക്കാത്ത ഭക്ഷണമില്ല. എന്നാൽ പെരുമലത്താൻ നൽകിയത് പോലും ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടേയില്ല. ഈ തെരുവ് നായേ എല്ലാ വീടുകളിലെയും ഭക്ഷണം നടക്കും. നിന്നെ പോലെ തന്നെയാ. എന്തിനാ എപ്പോഴും ഇങ്ങനെ അച്ഛന്റെ കൂടെ? ഒന്ന് ചെല്ല്, പോയാ കിഴവി പറയുന്ന കഥ കേക്ക്. സത്യം തന്നെയാ. എവിടെ പോയാലും അവൻ അച്ഛന്റെ തോളിൽ തന്നെയാ. എന്നെ അവന് വേണം. ശരി അച്ഛാ. കൊടുവാ, നമ്മളെന്തിനാ കപ്പൽ നിർമ്മിക്കുന്നത്? പെരുമാച്ചിയമ്മ ഇപ്പൊ വളരെ സന്തോഷത്തിലൊക്കെയാ. എന്നാൽ അറിവിന്റെ കാര്യത്തിലോ? അങ്ങുന്നേ ജോലിയും തരുന്നുണ്ട്, പണവും തരുന്നുണ്ട്, ലോകത്തെ കുറിച്ചുള്ള അറിവും പകർന്നു തരുന്നുണ്ട്. ലോകത്തെ കുറിച്ചുള്ള അറിവ് അത് വലുതാണ്, വളരെ വലുതാ. നമ്മുടെ തങ്കുവിനോട് കൂടി ചോദിക്കണ്ടേ? നിങ്ങൾ ചെയ്യുന്നതിനോട് നിങ്ങളുടെ മകൻ വിയോജിക്കുമോ? കൂട്ടിക്കൊണ്ടുപോ. ചെഴുമര 100 വീരന്മാരെ തയ്യാറാക്ക്. നോക്കി വാ പെരുവാ. കൊടുവാ, ജാഗ്രത.